ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. സത്യം പറയാലോ, മഴ വെള്ളപ്പൊക്കം ആയതുകൊണ്ട് വീട്ടിലിരുന്ന് മടുത്തടും. എത്രയെന്ന് പറഞ്ഞാൽ ഒരേ ഇരിപ്പങ്ങടി ഇരിക്കുക അല്ലേ? സോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കുറച്ച് ചെടി പരിപാലനമൊക്കെ ആവാല്ലേ. നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മുടെ ഇവിടേക്ക് വെള്ളപ്പൊക്കമൊക്കെയാണ് കേട്ടോ. എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു 2 ദിവസം കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇപ്പൊ കുറച്ചൊക്കെ ഇറക്കമുണ്ട്. ഇനി പഴയതുപോലെ ആ ഒരു വെള്ളപ്പൊക്കം വരുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ചെടികളൊക്കെ ഒന്ന് വൃത്തിയാക്കാന്നും പറഞ്ഞെടുത്തത്. അത്രയ്ക്ക് ഉറപ്പില്ലെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കില്ല. അത് നമുക്കിപ്പം ഒരു 1-2 വർഷമൊക്കെ ആയിട്ട് അറിയാം. ഇപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം വെള്ളം കയറിയാൽ തന്നെ എത്ര ദിവസം കൊണ്ട് ഇറങ്ങും. അത് നമുക്ക് കാലാവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇപ്പം എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണല്ലോ. ചെടികളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഒരുപാടുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ചെടികളുണ്ട്. സോറി, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് ഒരുപാട് മക്കളുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കല്, എന്നെയും അമ്മയെ പോലെ കാണുന്നതുകൊണ്ടാവാം അവർ എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വെള്ളപ്പൊക്കത്തിന് നിന്നു. ഞാൻ നോക്കിയിട്ട് ആകെപ്പാട് അതിന് വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ചുറ്റും ഇരിക്കുന്ന ആ ഒരു മണ്ണും ചെളിയും മാത്രമാണ്. അതൊക്കെ പിന്നെ നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ അല്ലേ? ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര ാണ്. ഒരു കൈനഗിരി ആ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടേക്ക് നിറയെ വെള്ളമായിരിക്കും. എന്നെ സംബന്ധിച്ച് ആകെയുള്ളൊരു ടാസ്ക് ഈ കാണുന്ന കളകളൊക്കെ പറിക്കുക എന്നുള്ളതാ. അത് അത്ര വലിയ ജോലിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മെയിൻലി ഈ ചെറിയ ചെറിയ കളകൾ പറിക്കുന്ന ജോലി അച്ഛനാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ 2 ദിവസം കൊണ്ട് മഴയൊന്നും ഇല്ലല്ലോ, അപ്പം എനിക്കും വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പണിയായിട്ട് എടുത്ത് അങ്ങോട്ട് ചെയ്യാല്ലേ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ചെടികളിലൂടെയൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര പോസിറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ അല്ലെങ്കിൽ ചെടി നടാന്നും പറഞ്ഞ് അതിന്റെ ഇടയിലോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഒരു തിരിച്ചുവരവില്ല. അവസാനം തിരിച്ചു കയറണമെങ്കിൽ വല്ല പുഴു ആട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഉറുമ്പൊക്കെ കടിച്ച് ആകെ സീനാവണം. നമ്മുടെ ഇവിടെ ഇന്ന് കള പറിച്ചു കഴിഞ്ഞാൽ നാളെ അതിന്റെ ഇരട്ടിയായിട്ട് കിളുത്ത് വരും. നമ്മുടെ ഇവിടുത്തെ മണ്ണിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളമുള്ള ടൈപ്പ് മണ്ണാണ്. സോ ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ച മെസ്സേജൊക്കെ അയക്കുന്നവരോട് ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. നമ്മുടെ ഇവിടെയും ഇപ്പൊ കോവിഡ് കേസൊക്കെ കൂടുകയാണല്ലേ. പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, പണ്ട് ലോക്ക്ഡൌൺ സമയത്തായിരുന്നല്ലോ എല്ലാവർക്കും ഈ ചെടിയോടൊക്കെ ഉള്ള ക്രേസ് കൂടിയത്. എന്നെ എൻ്റെ അമ്മയെ സംബന്ധിച്ച് അങ്ങനല്ല കേട്ടോ. ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ ഈ ചെടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഈ ഒരു ക്രേസ് എനിക്ക് കിട്ടുന്നത് ഐ തിങ്ക് എൻ്റെ അമ്മയുടെ നിന്ന് തന്നെയാണ്. അമ്മ പണ്ടോട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചെടികളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവെക്കാറുണ്ട്. ഇന്നിപ്പം അതേ പാത അമ്മയുടെ മോള് പിന്തുടരുന്നു. അത്ര തന്നെ. എൻ്റെ ഒരു കൺസെപ്റ്റില് നമ്മൾ ഈ ചെടി വെക്കാനൊക്കെ ഇഷ്ടമുള്ളവർ ഈ ചെടിയൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിലെ എല്ലാ കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ചെടി വെക്കാനൊക്കെ ഇറങ്ങാവൂ. എനിക്ക് ചെടികളെ പറ്റി വലിയ അറിവുകളൊന്നുമില്ല, എല്ലാത്തിൻ്റെ പേര് പോലും എനിക്കറിയില്ല. പക്ഷേ എനിക്കെല്ലാം നോക്കിക്കാണാൻ ഭയങ്കര ഇഷ്ടം. ഇതിപ്പം ഈ വീട്ടിൽ നിന്ന് മാറി നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് മാറുമ്പോൾ വേണം അവിടെ ഒരു സ്വർഗ്ഗമാക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ ഫുള്ള് ചെടിയെല്ലാം നടുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമ്മളെ വീട് മാറുമ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതിപ്പോൾ ആകെയുള്ളൊരു സംശയം ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ്. വെറുതെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നമുക്ക് ഇനിയും ചെടികൾ ഉണ്ടെങ്കിൽ ഫുള്ള് വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ടൈം വരെ കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലോക്ക്ഡൗൺ സമയത്തിന് ശേഷം 1 വർഷം വരെ എനിക്ക് ഹാങ്ങിങ്സ് ആയിരുന്നു ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ എൻ്റെ ഇല്ലാത്ത ഹാങ്ങിങ്സിന് വെറൈറ്റീസ് ഇല്ലായിരുന്നു. അന്ന് ഞാൻ +2 പഠിക്കുന്ന സമയമായിരുന്നു കേട്ടോ. ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നായിരുന്നു എന്നിലെ കലാകാരിയുടെ ഒരു പീക്ക് ടൈം എന്ന് പറയാം. ആ ഒരു ടൈമിൽ എനിക്ക് കുറെ ബോട്ടിൽ ആർട്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൈമിലാണല്ലോ ആൾക്കാർക്ക് ബോട്ടിൽ ആർട്സ്, അതേപോലെ തന്നെ ക്രാഫ്റ്റ്, പിന്നെ ചെടി, ഇതിനോടൊക്കെ ക്രേസ് മൂത്തിരുന്നൊരു സമയം, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. ചിലരൊക്കെ അതിന്റെ ശേഷം ചെടികളെ ഒന്നും ടേക്ക് കെയർ ചെയ്യാതെ അതെല്ലാം ചീഞ്ഞു പോകുന്നത് നമ്മുടെ അടുത്ത് തന്നെ ഞാൻ കുറെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അതൊക്കെ അവർക്ക് വെറും ഒരു ലോക്ക്ഡൌൺ ക്രേസ് മാത്രമായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഒരു ചെടി നട്ട് വളർത്തി പരിപാലിക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ കഷ്ടപ്പാടാണല്ലേ. അത് വളർന്നൊരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യാനൊന്നും പോകാറില്ല കൂടുതൽ. അപ്പൊ എന്റെ ജോലി ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പണിയെല്ലാം കഴിഞ്ഞപ്പം ഇവിടെ നല്ല മഴയായി. അപ്പൊ എന്നെ പോലെ ചെടികളൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.